ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പാത്രത്തിലേക്ക് 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 75 ഗ്രാം ബട്ടറാണ് കേട്ടോ. ഉപ്പില്ലാത്ത ബട്ടർ എടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതുപോലെ ആദ്യമേ ചൂടാക്കി വെക്കണമെന്നില്ല കേട്ടോ, കാരണം നമ്മൾ ലാസ്റ്റ് കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പാലിൻ്റെ കൂട്ട് അതിലേക്ക് ഒഴിക്കുന്നത്. ആ സമയത്തൊന്ന് ചൂടാക്കി എടുത്താലും മതി, കാരണം ചൂടോടുകൂടെ തന്നെയാണ് ആ ഒരു ബാറ്ററിൽ ഒഴിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതോടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഒരു 2 പ്രാവശ്യം എന്തായാലും ഒന്ന് അരിച്ചെടുക്കണം. ആ ഒരു പാൽപ്പൊടി കാര്യങ്ങളും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒന്ന് അരിച്ച് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം. അടുത്തത് ഇനി ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട എടുക്കുമ്പോൾ എപ്പോഴും തണുപ്പില്ലാത്ത തന്നെ എടുക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരിട്ട് ആ തണുപ്പോട് കൂടെ എടുക്കരുത്. ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് 1/4 കപ്പ് അളവിൽ കേട്ടോ. ഇനി നല്ല കൂടുതൽ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൂടെയൊക്കെ പഞ്ചസാര പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കും. പഞ്ചസാര പൊടി മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് പതഞ്ഞ് വന്നോട്ടെ. ഈ സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ എസൻസ് അല്ലെങ്കിൽ മിൽക്ക് എസൻസ് കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടും. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു മൈദയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ബ്ലേഡ് അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഫ്ലോർ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സ്പീഡിൽ ചെയ്യരുത് കേട്ടോ. ചെറിയ സ്പീഡിൽ വെച്ചിട്ട് ഇതുപോലെ പൊടി കുറച്ചായിട്ട് ഇട്ടിട്ട് ചെറുതായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ സ്പാച്ചിൽ കൊണ്ട് മിക്സ് ആക്കി എടുത്താലും മതി കേട്ടോ. ഓവർ ബീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്ലേഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്ലോർ കുറച്ചിട്ടിട്ട് ഇങ്ങനെ മിക്സായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിട്ടുള്ള ബട്ടർ പാലിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇടയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. അത്യാവശ്യം ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ ചൂടാക്കിയിട്ട് ഇനി തണുത്തിരിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു കേക്കിന് ചെറിയൊരു കളർ ചേഞ്ച് കിട്ടാൻ വേണ്ടി ഒരു ഇത്തിരി യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ട വൈറ്റ് കളറിൽ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് സ്പാച്ചിലുകൊണ്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പാലും ബട്ടറും ഈ സമയത്തിൽ ചൂടാക്കി ഒഴിക്കുമ്പോൾ കേക്ക് ബാറ്ററിന് എന്തെങ്കിലും സംഭവിക്കും, അതിലുള്ള മുട്ടയൊക്കെ വെന്ത് പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. എന്നിട്ട് വേഗം തന്നെ ഒരു കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കേക്ക് ടീനിൽ ഒരു ഇത്തിരി ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ബ്രഷ് ചെയ്തിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം അതിൻ്റെ മേലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം നിങ്ങൾ വരച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തട്ടിയിട്ട് അതിലത്തെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് മാത്രം ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ എയർ ബബിൾസ് ഉണ്ടാവും. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള OTG ഓവനിലേക്കാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതേ ടെമ്പറേച്ചറിൽ തന്നെ ഒരു 30 to 35 മിനിറ്റ് മാക്സിമം മതിയാവും. എനിക്കിവിടെ കറക്റ്റ് 30 മിനിറ്റിൽ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് നോക്കുന്ന സമയത്ത് ബേക്കായിട്ടില്ലെങ്കിൽ ഒരു ഇത്തിരി സമയം കൂടെ വെച്ച് കൊടുത്താൽ മതിയാവും. കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ സൈഡൊന്ന് വിടിയിച്ചിട്ടൊന്ന് വേറെ മാറ്റി വെക്കാം കേട്ടോ. അത് കുറേ സമയം ഈ ഒരു ടിന്നിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ നനഞ്ഞ പോലെ ആയിപ്പോവും, കേക്കിൻ്റെ താഴ്ഭാഗം. പിന്നെ ഈ ഒരു കേക്ക് എന്തായാലും ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ കട്ട് ചെയ്യരുത് കേട്ടോ. മിനിമം 2 മണിക്കൂറെങ്കിലും ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെയൊക്കെ കട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു വയറാക്കിലൊക്കെ തന്നെ വെക്കുക. കാരണം വേറെ എന്തെങ്കിലും നമ്മളിങ്ങനെ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കേക്കിൽ നിന്ന് വന്നിട്ടുള്ള ചൂട് ഇങ്ങനെ തട്ടി അതിൽ ആ ഒരു ആവി ഇറങ്ങിയിട്ട് മുഴുവൻ ഇങ്ങനെ മേൽഭാഗം നനഞ്ഞ് ഒരു കുതിർന്ന പോലെ ആയി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് കേക്കിൻ്റെ മേൽഭാഗം അല്ലെങ്കിൽ താഴ്ഭാഗം ഒട്ടുന്ന ആ ഒരു ടെക്സ്ചറിലേക്ക് വരും, നമ്മൾ കറക്റ്റ് ആ ഒരു ചൂട് പോകാൻ വേണ്ടി ശരിയായ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് ആ സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് അങ്ങ് മുറിച്ച് കളയുന്നുണ്ട്, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് സൈസിലൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. ചെറുതായിട്ടൊരു പൈനാപ്പിൾ ഫ്ലേവറൊക്കെ വന്നിട്ട് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്